ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായർ സത്യഭാമ വീട്ടുമുറ്റത്തേക്ക് വന്നിറങ്ങിയ കാഴ്ച കണ്ടതോടെ കലിയോടെ സത്യഭാമയെ നോക്കുന്നു. രാഘവൻ നായരുടെ നോട്ടം കണ്ടതോടെ സത്യഭാമയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. എന്തായാലും രാഘവേട്ടൻ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് തന്റെ നേരെ നോക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ സത്യഭാമ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ പിള്ളേച്ചൻ അരികിലേക്ക് ഓടിയെത്തി ചോദിച്ചു, സത്യാമേ, വിഷ്ണുക്കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അത് കേട്ടതും സത്യഭാമ ഒന്നുമില്ല എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് നേരെ സിറ്റൗട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായർ ആ ഇരുന്ന ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റു. വേണ്ട ഭാമേ, അവിടെ നിൽക്ക. അത് കേട്ടതും രാഘവൻ നായരുടെ ദേഷ്യത്തോടെയുള്ള വാക്കുകൾ കേട്ട സത്യഭാമ ഞെട്ടിത്തെറിച്ചു നോക്കി. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, നീ അവിടെ തന്നെ നിന്നാൽ മതി, ഇവിടെ ഈ പടി കടന്നു പോകരുത്. രാഘവൻ നായരായി പറയുന്നത്. അത് കേട്ടതും ശ്യാമയും പിള്ളേച്ചനും പൊന്നിയും ഒക്കെ ആകെ ഞെട്ടലോടെ നോക്കി നിൽക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, ഇന്ന് രാവിലെ ഇവിടെ നിന്ന് നീ കൂടെ കൂട്ടിക്കൊണ്ടുപോയില്ലേ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയ എന്റെ മോൻ അവൻ എവിടെ? അവനെ എനിക്ക് കാണണം എന്ന് സത്യഭാമയോട് രാഘവൻ നായർ ആവശ്യപ്പെടുന്നു. സത്യഭാമ അത് കേട്ടതും രാഘവേട്ട എന്ന് ആകെ വിഷമത്തോടെ വിളിക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, എനിക്ക് മറ്റൊന്നും കേൾക്കണ്ട, എന്റെ മോനെ എനിക്ക് കാണണം, അവനെ എനിക്ക് വേണം. നീ എവിടെ പോയിട്ടാണെങ്കിലും അവനെയും കൂട്ടി ഇവിടേക്ക് മടങ്ങി വന്നാൽ മതി. ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ പൊട്ടക്കിണറ്റിലോ കുളത്തിലോ എവിടെയാണെങ്കിലും പോയി നീ തപ്പിക്കോ, പക്ഷെ എനിക്ക് എന്റെ മോനെ വേണം, അവനെ എനിക്ക് തിരിച്ചു വേണം എന്ന് രാഘവൻ നായർ കണ്ണീരോടെ സത്യഭാമയോട് പറയുന്നു. നിന്റെ അഹങ്കാരമാണ് ഇന്ന് ഇവിടെ ഇങ്ങനെയെല്ലാം സംഭവിക്കാനുള്ള കാരണം. ഇത്രയും വർഷക്കാലം എന്റെ മകൻ അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അന്നൊക്കെ നിന്റെ വാക്കുകളാണ് അവൻ മുഖവിലക്കെടുത്തിരുന്നത്. നീ എന്നും അവന്റെ മേൽ നീ ആത്മഹത്യ എന്നുള്ള ആ ഭീഷണി മുഴക്കി എന്നും എന്റെ മക്കളെ നീ ദ്രോഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുടുംബത്തോട് സ്നേഹമുള്ള ഒരമ്മയും കാണിക്കാത്ത പ്രവർത്തികളാണ് നീ കാണിച്ചു കൂട്ടിയത്. സ്വന്തം മക്കളെ ഓരോ തവണയും വേദനിപ്പിക്കുകയും അവരെ കുത്തി നോവിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന വേദനയും സങ്കടവും കണ്ട് നീ ആനന്ദിക്കുകയാണ് ഭാമ ചെയ്തിരുന്നത്. നീ എന്നും പറയാറുള്ളത് നിന്റെ വാക്കാണ് സത്യമെന്നായിരുന്നു. വാക്ക് ഒരിക്കലും നീ തെറ്റിക്കില്ല എന്നും സത്യഭാമയ്ക്ക് വാക്ക് വലുതാണ് എന്നൊക്കെ നീ എന്നും എല്ലാവരുടെയും മുന്നിൽ ഘോരഘോരം പ്രസംഗിക്കാറും പറയാറുമുണ്ടല്ലോ. എന്നാൽ ഭാമേ, നീ അന്ന് അങ്ങനെയെല്ലാം പറയുമ്പോഴും വാക്കല്ല ഭാമേ നിനക്ക് വലുത്, വാക്കല്ല നിന്റെ സത്യം. കാരണം നിന്റെ വാശിയാണ്, പിടിവാശിയാണ് നിനക്ക് ഏറ്റവും വലുത്. നിന്റെ പിടിവാശി മൂലമാണ് നമ്മുടെ മക്കൾ രണ്ടുപേരുടെയും ജീവിതം പലപ്പോഴും തകർന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നത്. അന്ന് നിന്റെ പിടിവാശി മൂലമായിരുന്നു ഞാൻ ഈ അവസ്ഥയിൽ തളർന്ന് താഴെ വീഴുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിയത്. നമ്മുടെ മകളെ ജീവിതം അന്ന് തകർന്നു പോകാനുണ്ടായ സാഹചര്യവും നിന്റെ ഈ പിടിവാശി മൂലമായിരുന്നു. അന്നുണ്ടായ സംഭവങ്ങളൊക്കെ നീ മറന്നുപോയോ ഭാമേ? പിന്നീട് എന്റെ മോളുടെ ജീവിതം വീണ്ടും തകരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അന്ന് ദൈവത്തെ പോലെയാണ് എന്റെ വിഷ്ണുമോന്റെ കൈ പിടിച്ചിവിടേക്ക് ശാലിനി മോൾ വന്നു കയറിയത്. അവൾ കാരണമാണ് വീണ്ടും എന്റെ പ്രീതിമോൾക്കൊരു ജീവിതം ഉണ്ടായത്. അന്നും നീ അവളെ പലപ്പോഴും പഴിക്കുകയും അവളെ കുറ്റപ്പെടുത്തുകയും ഈ വീട്ടിൽ നിന്ന് ആട്ടി അകറ്റാനും നീ പല ആവർത്തി ശ്രമിച്ചു. അന്നെല്ലാം ശാലിനി മോള് വേദനയും സഹനവും മൂലം ഇവിടെ പിടിച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. അതും എന്റെ മകളുടെ ജീവിതം നിലനിർത്താനായിട്ട്, അവൾക്കൊരു നല്ല ജീവിതം കിട്ടാനായിട്ട്. ഇന്ന് അവൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവളുടെ കുഞ്ഞിനോടൊപ്പം ഭർത്താവിനോടൊപ്പം അവൾ ജീവിക്കുന്നുണ്ടെങ്കിലും അത് എന്റെ ശാലിനിയുടെ പുണ്യം കൊണ്ട് മാത്രമാണ്. ശാലിനിയുടെ ആ പുണ്യപ്രവൃത്തി കൊണ്ട് മാത്രമാണ് ഇന്ന് അങ്ങനെ ഒരു ജീവിതം എന്റെ പ്രീതിമോൾക്ക് ലഭിച്ചത്. നിന്റെ വാക്കുകൾ വിശ്വസിച്ച് ഇന്നും എന്റെ മകൾ ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് അവളുടെ സന്തോഷകരമായ ഒരു ജീവിതമാണ് എന്നേക്കുമായി നഷ്ടമാകുകയായിരുന്നത്. എന്നാൽ നീ അന്നും ശാലിനിയെ പഴിക്കുകയും അവളെ കുറ്റപ്പെടുത്താനും ഇവിടെ നിന്ന് പറഞ്ഞയക്കാനുമായിരുന്നു അന്നും നീ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിനക്ക് നീ മറ്റുള്ളവരെ, കുടുംബത്തുള്ളവരെ അല്ലല്ലോ നിനക്ക് വിശ്വാസം, പുറത്തുനിന്ന് വരുന്നവരാണല്ലോ നിനക്ക് പ്രിയപ്പെട്ടവർ. നിന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നവർ പോലും പലപ്പോഴും നീ വലിയ ചതിയിലേക്ക് അകപ്പെടുന്നുവെന്നും നിന്നെ മറ്റുള്ളവർ കബളിപ്പിക്കുകയാണെന്നും നിന്നെ മറ്റുള്ളവർ കുരങ്ങ് കളിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും നീ അതൊന്നും വിശ്വസിക്കാനോ തിരിച്ചറിയാനോ തയ്യാറായിരുന്നില്ല. അന്നും നീ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ തവണയും നിന്റെ വഴി തെറ്റിലേക്ക് പോകുന്നു എന്നറിയുമ്പോ, നിന്നെ മറ്റുള്ളവർ കബളിപ്പിക്കുന്നു എന്നറിയുമ്പോ, നിന്നെ അവർ സ്വന്തം കൈയിലെ പന്തായിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും നേർവഴി പറഞ്ഞു തന്നിട്ടും നീ അതൊന്നും വകവെച്ചിരുന്നില്ല ഭാമേ. ഇനി കൂടുതൽ എനിക്ക് നിന്നോട് പറയുവാനൊന്നുമില്ല.
എന്റെ മോളുടെ ജീവിതം നീ തകർക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു ശാലിനി മൂലം. എന്നാൽ ഇപ്പോ എന്റെ വിഷ്ണുമോന്റെ ജീവിതമാണ് നീ തകർത്തെറിയുന്നത്. മറ്റുള്ളവരുടെ കണ്ണുനീരും സങ്കടവും കണ്ട് നീ ആനന്ദിച്ചു. പക്ഷെ എന്റെ മോനെ എനിക്ക് തിരികെ വേണം, എന്റെ വിഷ്ണുവിനെ എനിക്ക് തിരികെ വേണം. അവനില്ലാതെ നീ ഈ വീട്ടിലേക്ക് മടങ്ങി വരണ്ട. നിന്നെ ഈ വീട്ടിൽ കയറാനും ഞാൻ അനുവദിക്കില്ല. എന്റെ മോൻ മടങ്ങി എത്തിയില്ല എങ്കിൽ, എന്റെ മോനെ നീ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല ഭാമേ എന്ന് സത്യഭാമയെ രാഘവൻ നായർ സത്യഭാമയോട് പറയുമ്പോൾ, രാഘവൻ നായരുടെ വാക്കുകൾ കേട്ട് മനസ്സ് തകർന്ന് ആ വീട്ടിന്റെ പടി ചവിട്ടാൻ തന്നെ അനുവദിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ രാഘവൻ നായർ ഉറച്ചു നിൽക്കുമ്പോൾ സത്യഭാമ വീണ്ടും വാശിയിലേക്ക് സത്യഭാമയുടെ മനസ്സ് വഴുതി മാറുന്നു. തന്റെ മകന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം, അവനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്, അവൻ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതും ഒക്കെ വിവാഹത്തിൽ നിന്ന് അവൻ അവിടെ നിന്ന് ഓടി ഒളിച്ചെങ്കിൽ അതിന് പിന്നിലുമെല്ലാം ശാലിനി തന്നെയാണെന്നും ശാലിനിക്ക് മാത്രമേ വിഷ്ണുവിനെ എവിടെ പോയെന്ന് അറിയുകയുള്ളൂ എന്നും സത്യഭാമ തെറ്റിദ്ധരിക്കുന്നു. ശാലിനി ക്ഷേത്രത്തിൽ വെച്ച് ഈ വിവാഹം നടക്കുകയില്ല എന്നും വിഷ്ണുവേട്ടന്റെ പെണ്ണ് ഈ ശാലിനി മാത്രമായിരിക്കുമെന്നും എല്ലാവർക്കും മുന്നിൽ വെച്ച് ശാലിനി വെല്ലുവിളി ഉയർത്തും വണ്ണം സത്യഭാമയെ നോക്കി പറയുന്ന വാക്കുകൾ സത്യഭാമയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പോ ഇതിനു പിന്നിൽ ശാലിനി തന്നെയാണ്. മനഃപൂർവ്വം ശാലിനി വിഷ്ണുവിനെ അവിടെ നിന്ന് മാറ്റിയതാണ് എന്ന് സത്യഭാമ ശാലിനിയെ തെറ്റിദ്ധരിക്കുന്നു. ഇതിന്റെ പിന്നിലുള്ളതും അവൾ തന്നെയാണ്. എനിക്കറിയാം, എന്റെ വിഷ്ണുവിനെ അവൾ എവിടേക്ക് മാറ്റിയാലും ഞാൻ തിരികെ കൊണ്ടുവരും. അവളുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ സത്യം പുറത്തു കൊണ്ടുവരും. നിങ്ങൾ എല്ലാവരും നോക്കിക്കോ, എന്റെ മോന് എന്താ പറ്റിയതെന്ന് ഞാൻ അവളെ കൊണ്ട് തന്നെ പറയിക്കും എന്ന് പറഞ്ഞ് സത്യഭാമ കലിതുള്ളിക്കൊണ്ട് നേരെ കാറിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് വിഷ്ണു മറ്റൊരു വണ്ടിയിൽ അവിടേക്ക് വന്നിറങ്ങുന്നത്. തിരികെ വിഷ്ണു വീട്ടിലേക്ക് വരുന്ന കാഴ്ച കണ്ടതോടെ സത്യഭാമ വളരെ ആശ്വാസപ്പെട്ടു. എന്നാൽ സത്യഭാമ അങ്ങനെ ആശ്വാസത്തോടെ നോക്കുമ്പോൾ വിഷ്ണു മറ്റൊരു പെൺകുട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ടാണ് ആ വീട്ടിലേക്ക് കയറി വരുന്നത്. വിഷ്ണുവിന്റെ വലത് കൈയിൽ മറ്റൊരു പെൺകുട്ടിയുടെ ഇടത് കൈ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടതോടെ ആകെ ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ്. അപ്പോഴേക്കും സത്യഭാമ ആ പെൺകുട്ടിയെ നോക്കിയതും പെൺകുട്ടി ഒരു വിവാഹ വസ്ത്രമൊക്കെ അണിഞ്ഞ് ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഒരു നവവധുവിനെ പോലെ തന്നെ വിഷ്ണുവിനോടൊപ്പം എത്തിയിരിക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും കൈയിൽ വിവാഹിതരായ പോലെ രണ്ടുപേരുടെയും കൈകളിൽ പൂമാലയും ഇരിക്കുന്നു. ഇത് കണ്ടതോടെ സത്യഭാമ ആകെ ഞെട്ടിത്തെറിച്ചു നോക്കി. രാഘവൻ നായരും ഒപ്പം ശ്യാമയും രോഹിത്തും ഒക്കെ ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ്. വിഷ്ണു ആ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട്, കാർത്തികയെന്ന ആ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് നേരെ സത്യാമ്മയുടെയും രാഘവൻ നായരുടെയും മുന്നിലേക്ക് വന്നു നിൽക്കുന്നു. എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ചങ്ങനെ നോക്കുമ്പോൾ രാഘവൻ നായർ വിഷ്ണുവിനെ വിളിച്ചു. എടാ മോനെ വിഷ്ണു, നീ ഇതെവിടെ പോയതായിരുന്നു? ആരാണ് ഈ പെൺകുട്ടി എന്ന് ചോദിച്ചപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു, അച്ഛാ, ഇത് ഞാൻ താലി കെട്ടിയ പെൺകുട്ടിയാണ് എന്ന്. ഇവളുടെ പേര് കാർത്തിക എന്നാണ് എന്ന് പറഞ്ഞതും വിഷ്ണുവിന്റെ ആ ഒരു വാക്ക് കേട്ടതോടെ രാഘവൻ നായർ ഞെട്ടിത്തെറിച്ചു നോക്കി. മോനെ, നീ എന്താ ഈ പറയുന്നത്? നീ വിവാഹം കഴിച്ച പെൺകുട്ടിയോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, അതെ അച്ഛാ, ഇന്ന് അമ്മ മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിച്ചപ്പോ അവിടെ മരണത്തിലേക്ക് പോകാൻ തുടങ്ങിയ ഈ പെൺകുട്ടിയെ, ഇഷ്ടമല്ലാത്ത വിവാഹത്തിലേക്ക് പോകാൻ തുടങ്ങിയ ഈ പെൺകുട്ടിയെ, ആ പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെ അവസാനിച്ചു പോകാൻ പാടില്ല എന്നും അവൾക്കൊരു ജീവിതം നൽകുന്നതാണ് മറ്റെന്തിനേക്കാളും പുണ്യപ്രവൃത്തി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ പെൺകുട്ടിയെ ഞാൻ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നതാണെന്ന് വിഷ്ണു എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തി. അത് കേട്ടതോടെ സത്യഭാമയ്ക്ക് ആകെ ദേഷ്യം വന്നിരുന്നെങ്കിലും വിഷ്ണുവിന്റെ ജീവിതത്തിൽ നിന്ന് ശാലിനി എന്നേക്കുമായി ഒഴിഞ്ഞു മാറിയല്ലോ, അത് സത്യഭാമയെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകി. വിഷ്ണു കാർത്തികയുമായി മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടതോടെ ശ്യാമയും രോഹിത്തും അത് ഉൾക്കൊള്ളാനാകാതെ ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ്. രോഹിത്ത് വിഷ്ണുവിനോട് ചോദിച്ചു, വിഷ്ണു ബ്രോ, ഇതെന്താ ഇത് എന്നിങ്ങനെ ആശങ്കപ്പെട്ട് ചോദിക്കുമ്പോൾ വിഷ്ണു മറ്റൊന്നും മിണ്ടാതെ അവരെ ഒന്ന് നോക്കുന്നു. ശ്യാമ ആ കാഴ്ച കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നേരെ റൂമിലേക്ക് ഓടി. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, വിഷ്ണു, നീ ഞാൻ പറഞ്ഞ വിവാഹത്തിന് തയ്യാറായില്ല. എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ ജീവിതത്തിൽ നിന്ന് ശാലിനി എന്ന ക്യാൻസർ എന്നേക്കുമായി ഇല്ലാതാവണം. എന്റെ മോന്റെ ജീവിതം കാർന്നു തിന്നുന്ന ആ ക്യാൻസറിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റണം. അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. മധുശ്രീയെ തന്നെ നീ വിവാഹം കഴിക്കണമെന്നൊന്നും എനിക്ക് വാശിയുണ്ടായിരുന്നില്ല. എന്തായാലും നിന്റെ വിവാഹം കഴിഞ്ഞല്ലോ, നിനക്കിഷ്ടപ്പെട്ട നീ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചല്ലോ, അത് മതി. അമ്മയ്ക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് പൊന്നിയോട് ആരതിത്തട്ടവും വിളക്കും എടുക്കാനായി സത്യഭാമ പറയുന്നു. അങ്ങനെ വിഷ്ണുവിനെയും കാർത്തികയെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ സത്യാമ്മ തയ്യാറാകുമ്പോൾ രാഘവൻ നായർക്ക് ആ കാഴ്ച ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മോനെ വിഷ്ണു, നീ ഇങ്ങനെ ചെയ്തോ എന്ന അതിശയത്തിലും ആശങ്കയിലും രാഘവൻ നായർ ഒന്നും മിണ്ടാതെ നേരെ അകത്തേക്ക് കയറിപ്പോയി.
എന്നാൽ സത്യഭാമ ശാലിനിയുടെ മേൽ തനിക്കൊരു വിജയമുണ്ടായി എന്ന ആഘോഷത്തിലായിരുന്നു ആ നിമിഷം. സത്യഭാമ വേഗം വിഷ്ണുവിനെയും കാർത്തികയെയും ആരതി ഒഴിഞ്ഞ് നവവധൂവരന്മാരെ സന്തോഷത്തോടെ അകത്തേക്ക് സ്വീകരിക്കുന്നു. ഈ സമയം നേരെ റൂമിലേക്ക് എത്തിയ ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ രോഹിത് അരികിലേക്ക് എത്തി. എടോ, താൻ എന്തിനാണോ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, സമാധാനത്തോടെ ഇരിക്കെ എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, എന്റെ കുഞ്ഞേച്ചിയുടെ ജീവിതം എന്തായി രോഹിത്? വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ലല്ലോ. മധുശ്രീയെ വിവാഹം കഴിക്കുന്നതിൽ വിഷ്ണുവേട്ടന് എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടി ഏതാന്ന് പോലും അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നോ, എന്റെ കുഞ്ഞേച്ചിയുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞ് ശ്യാമ പൊട്ടിക്കരയുമ്പോൾ രോഹിത് ശ്യാമയെ സമാധാനപ്പെടുത്തി. എടോ, താനൊന്ന് ആശ്വസിക്ക്. എന്തായാലും വിഷ്ണുപ്രഭയുടെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ. അവർ വന്നതല്ലേ ഉള്ളൂ. ഞാൻ എന്തായാലും വിഷ്ണുപ്രഭയോടൊന്ന് സംസാരിക്കട്ടെ. താൻ ഒന്ന് സമാധാനത്തോടെ ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ് രോഹിത് വേഗം റൂമിൽ നിന്നിറങ്ങുമ്പോൾ ശ്യാമ പെട്ടെന്ന് ആലോചിച്ചു, ഇക്കാര്യം കുഞ്ഞേച്ചി അറിയിക്കണം. എത്രയും വേഗം കുഞ്ഞേച്ചി വിവരം അറിയണം. അതുകൊണ്ട് തന്നെ വേഗം ശ്യാമ തന്റെ ഫോൺ എടുത്ത് ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ശാലിനി ഈ സമയത്ത് ക്ഷേത്ര പരിസരത്ത് തന്നെ വിഷ്ണുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വിഷ്ണുവേട്ടൻ ഇനി മടങ്ങി എവിടേക്ക് എത്തുമോ, ഇനി അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ അറിയാനായി അവിടെ തന്നെ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ശ്യാമയുടെ കോള് വന്നെത്തി. ശാലിനി തന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് വേഗം ഫോൺ എടുത്തു നോക്കി. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, ഇനി മോളെ പെട്ടെന്ന് നോക്ക്, ആരാ വിളിക്കുന്നതെന്ന്. ഇനി വിഷ്ണുമോനാണെങ്കിലോ എന്ന് പറഞ്ഞപ്പോ ഫോൺ നോക്കിയപ്പോൾ ശ്യാമയാണെന്ന് മനസ്സിലായി. ഉടനെ ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു, അല്ലമ്മേ, ഇത് ശ്യാമയെ വിളിക്കുന്നത്. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, ഇനി വീട്ടിൽ വിഷ്ണുമോൻ ചെന്നിട്ടുണ്ടാകുമോ, നീ എന്തായാലും കോൾ എടുക്ക എന്ന് പറഞ്ഞ് പെട്ടെന്ന് ശാരദാമ്മ ഫോൺ എടുക്കാനായി ശാലിനിയോട് പറഞ്ഞു. ശാലിനി കോൾ അറ്റൻഡ് ചെയ്തോടെ, മോളെ ശ്യാമയെ എന്താടി എന്ന് ചോദിച്ചപ്പോ ഉടനെ ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, കുഞ്ഞേച്ചി, ഒരു സംഭവം ഉണ്ടായി കുഞ്ഞേച്ചി. അത് കേട്ടതും ശാലിനി ആകെ ടെൻഷനോട് ചോദിച്ചു, സംഭവോ? എന്താടി? എന്താണെങ്കിലും നീ തുറന്നു പറ. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, ഇപ്പോ ഇവിടെ ഒരു സംഭവം നടന്നു. ഇന്ന് വിഷ്ണുവേട്ടനെയും മധുശ്രീയുടെയും വിവാഹം നടത്താനായി സത്യാമ്മ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ക്ഷേത്രത്തിലേക്ക് വിഷ്ണുവേട്ടനെ നിർബന്ധപൂർവ്വം സത്യാമ്മ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ ക്ഷേത്രത്തിലാണ്. ഞാനിവിടെ വന്നിരുന്നു. വിഷ്ണുവേട്ടന്റെ വിവാഹം നടക്കാൻ പോകുന്നുവെന്ന് കമലിന് എന്റെ അടുത്ത് വന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഞാനും അമ്മയും ഇപ്പോൾ ക്ഷേത്രത്തിലുണ്ട്. പക്ഷേ ഇവിടെ ക്ഷേത്രത്തിൽ വിഷ്ണുവേട്ടനെ കാണാനില്ല എന്നാണ് പറഞ്ഞത്. സത്യാമ്മ ഇവിടെ നിന്നാണ് അവിടേക്ക് വന്നത്. സത്യാമ്മയെ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, ആ അതെ കുഞ്ഞേച്ചി, പക്ഷെ ഇപ്പോ ഇവിടെ മറ്റൊരു സംഭവം ഉണ്ടായി. സത്യാമ്മ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോ അച്ഛൻ സത്യാമ്മയെ വീട്ടിൽ കയറാൻ അനുവദിച്ചില്ല. വിഷ്ണുവേട്ടനില്ലാതെ സത്യാമ്മ വീട്ടിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ വാശി പിടിച്ചു നിൽക്കുകയായിരുന്നു. സത്യാമ്മയെ ശകാരിച്ചുകൊണ്ട് അച്ഛൻ അങ്ങനെ നിന്നപ്പോഴാണ് പെട്ടെന്ന് ഇവിടേക്ക് വിഷ്ണുവേട്ടൻ വന്നെത്തിയത്. അത് കേട്ടതും ശാലിനിക്ക് ആശ്വാസമായി. സത്യമാണോ മോളെ, വിഷ്ണുവേട്ടൻ അവിടേക്ക് എത്തിയോ? എന്റെ വിഷ്ണുവേട്ടന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, ഇല്ല കുഞ്ഞേച്ചി, വിഷ്ണുവേട്ടന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതല്ല കുഞ്ഞേച്ചി കാര്യം എന്ന് പറഞ്ഞതും ശ്യാമയോട് ശാലിനി ചോദിച്ചു, എന്താടി മോളെ, പിന്നെ എന്താ പ്രശ്നം, നീ കാര്യം പറ. അപ്പോഴേക്കും ശാലിനിയോട് ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, അതെ, വേറൊന്നുമല്ല കുഞ്ഞേച്ചി, വിഷ്ണുവേട്ടൻ ഇവിടേക്ക് വന്നത് തനിച്ചല്ല. വിഷ്ണുവേട്ടന്റെ കൂടെ വേറൊരു പെൺകുട്ടിയുണ്ട്. അത് കേട്ടതും ശാലിനി ഞെട്ടി. എന്താടി മോളെ നീ പറയുന്നത്? നീ എന്താ പറയുന്നത്? വേറെ പെൺകുട്ടിയോ? അതാരാ എന്ന് ചോദിച്ചതും ഉടനെ ശ്യാമ പറഞ്ഞു, വിഷ്ണുവേട്ടൻ പറഞ്ഞത് വിഷ്ണുവേട്ടൻ വിവാഹം കഴിച്ച കുട്ടിയാണെന്നാണ്. ആ കുട്ടി ഏതോ വിവാഹത്തിൽ അവളെ വീട്ടുകാർ നിർബന്ധപൂർവ്വം അവളെ വിവാഹം കഴിക്കാനായി തയ്യാറെടുത്തപ്പോ അവരുടെ നിർബന്ധത്തിന് വഴങ്ങാനാകാതെ അവൾ ആത്മഹത്യ ചെയ്യാനായി എത്തിയതാണെന്നും വിഷ്ണുവേട്ടൻ അവിടെ നിന്ന് അവളെ രക്ഷിച്ചുകൊണ്ട് വന്നതാണെന്നും മധുശ്രീയെ പോലെയുള്ള ഒരുവളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം നൽകുന്നതാണ് നല്ലത് എന്നാണ് വിഷ്ണുവേട്ടൻ പറഞ്ഞതെന്നും ശ്യാമ ശാലിനിയെ അറിയിക്കുന്നു. അത് കേട്ടതും ശാലിനി ആകെ തകരുന്നു. ആകെ തകർന്ന അവശയായി ആ ഫോണും പിടിച്ചിരിക്കുമ്പോൾ ശാരദ വേഗം അരികിലേക്ക് എത്തി. എന്താടി മോളെ? അപ്പോഴേക്കും ശാലിനി ഒന്നും മിണ്ടിയില്ല. ഉടനെ ശാരദാമ്മ ഫോൺ വാങ്ങിച്ചു ശ്യാമയോട് സംസാരിച്ചു. മോളെ ശ്യാമേ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, അമ്മേ, വിഷ്ണുവേട്ടന്റെ വിവാഹം കഴിഞ്ഞു അമ്മേ. വിഷ്ണുവേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിൽ വന്നു. അത് കേട്ടതും ശാരദാമ്മ നെഞ്ചത്ത് കൈവച്ച്, എന്താ മോളെ നീ പറയുന്നത്? വിഷ്ണുവോ എന്ന് ആശ്ചര്യപ്പെട്ടോടെ ചോദിച്ചു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അതേ അമ്മേ. എന്നിട്ട് സത്യാമ്മ എന്താ മോളെ പറഞ്ഞത് എന്ന് ശാരദാമ്മ ചോദിച്ചതും ശ്യാമ പറഞ്ഞു, സത്യാമ്മയ്ക്ക് അതിൽ യാതൊരു വിരോധവുമില്ല. സത്യാമ്മ വിഷ്ണുവേട്ടന്റെ മറ്റൊരു വിവാഹം കാണാനല്ലേ ആഗ്രഹിച്ചിരുന്നത്.
അത് മധുശ്രീ അല്ലെങ്കിൽ മറ്റേത് പെണ്ണായാലും സത്യാമ്മയ്ക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് സത്യാമ്മ വളരെ സന്തോഷത്തിലാണ്. എന്നാൽ അച്ഛനും ഞാനും രോഹിത്തും ഒക്കെ വിഷ്ണുവേട്ടനോട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് വിഷ്ണുവേട്ടൻ ഇങ്ങനെ ചെയ്തുവെന്നും വിഷ്ണുവേട്ടൻ എന്ത് കാരണത്താലാണ് ഇതുപോലെ ചെയ്തതെന്നും കുഞ്ഞേച്ചിയെ വിഷ്ണുവേട്ടൻ മറന്നോ എന്നും എന്തായാലും എനിക്ക് വിഷ്ണുവേട്ടനോട് ചോദിക്കണം അമ്മേ. ഞാൻ എന്തായാലും അക്കാര്യം അന്വേഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു, എടി മോളെ, എന്തായാലും ഞാ നീ ഫോൺ വയ്ക്ക്, ഞാൻ നിന്റെ കുഞ്ഞേച്ചിയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം ശാരദാമ്മ ശാലിനിയെ നോക്കി. എടി മോളെ, ഇനി എന്താ ചെയ്യുന്നത്? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മയെ നോക്കി ശാലിനി പൊട്ടിക്കരഞ്ഞു. അമ്മേ, എന്റെ വിഷ്ണുവേട്ടൻ എന്താ പറഞ്ഞ് ശാലിനി കരയുന്നത് കണ്ട് ശാരദാമ്മ പറഞ്ഞു, എടി മോളെ, നീ സമാധാനപ്പെട്. നമുക്കെന്തായാലും വിഷ്ണുമോനോട് ചെന്ന് കാര്യം അന്വേഷിക്കാം, അവിടെ വരെ പോകാം. എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളം ആയില്ലേ, ഇനിയെങ്കിലും സത്യങ്ങൾ നീ തുറന്നു പറയാൻ തയ്യാറാകണം. ഇന്ന് സത്യാമ്മ ചോദിച്ചിട്ടും നീ ഒന്നും പറയാതിരുന്നത് കൊണ്ടല്ലേ ഇത്രത്തോളമൊക്കെ ഉണ്ടായത്. ഇതുപോലെയൊക്കെ നീ കാര്യങ്ങളിലേക്ക് വന്നെത്തിയതിന് കാരണം നീ സത്യം ആരോടും തുറന്നു പറയാതിരിക്കുന്നത് കൊണ്ടല്ലേ. വിഷ്ണുമോനോടെങ്കിലും നിനക്ക് കാര്യങ്ങൾ വ്യക്തമായി പറയാമായിരുന്നല്ലോ എന്ന് ശാരദാമ്മ ശാലിനിയോട് ചോദിക്കണം. അത് കേട്ടതും ശാലിനി ആകെ നിരാശയോടെ നിൽക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു, എടി മോളെ, ഇനി എന്തായാലും നീ ഇങ്ങനെ സങ്കടപ്പെടാതെ വാ, നമുക്കിപ്പോൾ തന്നെ പോകാം. വിഷ്ണുമോനെ പോയി കാണാം, എന്താ സംഭവിച്ചതെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയാവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ ശാലിനിയോട് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ശാലിനിയും ശാരദാമ്മയും കാറിൽ കയറി നേരെ സത്യാമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഈ സമയത്ത് വിഷ്ണുവിനെയും കാർത്തികയെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചതിന് ശേഷം ഇരുവരും ഹാളിലിരിക്കുന്ന നേരത്ത് ഇങ്ങനെ ഒരു സംഭവം ആ വീട്ടിൽ നടന്നുവെന്ന് ഉൾക്കൊള്ളാനാകാതെ സത്യാമ്മയൊഴിച്ച് മറ്റെല്ലാവരും ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴും അവർ ആ ഞെട്ടലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്ന് സത്യാമ്മയ്ക്ക് മനസ്സിലായി. എങ്കിലും സത്യാമ്മയുടെ മനസ്സിൽ വളരെയേറെ സന്തോഷമായി. കാരണം ശാലിനി എന്നുള്ള ആ വിപത്തിനെ തന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കിയതിന്റെ ആഘോഷമായിരുന്നു സത്യാമ്മയുടെ മനസ്സിൽ. അതായിരുന്നു സത്യാമ്മയ്ക്ക് സന്തോഷവും നൽകിയത്. അതുകൊണ്ട് തന്നെ സത്യഭാമ വളരെ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ രാഘവൻ നായരും ശ്യാമയും രോഹിത്തും ഒക്കെ ഒരു മരണ വീടിന് സമാനമായി അവർ വിഷമത്തോടെ ഇരുന്നു. അപ്പോഴാണ് സത്യാമ്മ ചോദിച്ചത്, അല്ല, നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? വിഷ്ണു അവനെ ഞാനൊരു വിവാഹത്തിന് നിർബന്ധിച്ചു. ഇനിയിപ്പോ എന്നെ ആരും കുറ്റം പറയില്ലല്ലോ. കാരണം അവൻ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. ഞാൻ എന്തായാലും ആഗ്രഹിച്ചത് എനിക്കൊരു മരുമകളെ വേണം, അതും എന്റെ മകനെ സ്നേഹിക്കുന്ന ഒരുവളെ. അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തികയോട് സത്യഭാമ വിശേഷങ്ങൾ ചോദിക്കുന്നു. മോളെ, നിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. എന്റെ മകൻ നിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ എന്റെ മരുമകളായി സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് അവന്റെ കാര്യങ്ങളെല്ലാം ഇനി നീയാണ് നോക്കേണ്ടത്. ഇത്രയും നാളും വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളൊന്നും മോൾക്കറിയില്ലായിരിക്കാം. എന്തായാലും വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് ഇപ്പോഴും ഒരുവളുണ്ട്. അവളുടെ അരികിൽ നിന്ന് എന്നേക്കുമായി അവന്റെ വിവാഹബന്ധം വേർപെടുത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇനി ഞാൻ ഉടനെ തന്നെ ചെയ്തോളാം. മോള് മറ്റൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ടതില്ല. ഇനി എന്റെ മോന്റെ ജീവിതം മോളുടെ കൈകളിലാണ്. ഇനി അവന് എന്നും സമാധാനവും സന്തോഷവും മോള് നൽകണം എന്നൊക്കെ സത്യഭാമ കാർത്തികയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാർത്തിക പുഞ്ചിരിയോടെ മാത്രം അങ്ങനെ നിന്നു. അപ്പോഴാണ് വീട്ടുമുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ശാലിനിയും ശാരദാമ്മയും വിഷ്ണുവിനെ കാണുവാനായി സത്യഭാമയുടെ വീട്ടുമുറ്റത്തേക്ക് വന്നെത്തി. പുറത്തെ കാറ് വന്ന ശബ്ദം കേട്ട് സത്യഭാമ ഈ സമയത്ത് ആരായിരിക്കുമെന്ന ആശ്ചര്യത്തോടെ വാതുക്കലേക്ക് നോക്കുന്നു.